എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊരു PSC എക്സാമിനും മാത്സിലെ പ്രോബ്ലംസ് പെട്ടെന്ന് കറക്റ്റായിട്ട് സോൾവ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. കറക്റ്റായിട്ട് സോൾവ് ചെയ്യണം, സ്പീഡിൽ സോൾവ് ചെയ്യണം. സ്പീഡിൽ സോൾവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഷോർട്ട് കട്ട് ട്രിക്സുകളും അതുപോലെ തന്നെ ലോജിക്കൽ മെത്തേഡ്സും എന്തായാലും ഓർത്ത് വെക്കണം. സോ ഈ ഒരു വീഡിയോ സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്സിലെ ഓരോ ടോപ്പിക്സിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് കട്ട് ട്രിക്സുകളും ലോജിക്കലായിട്ട് ചെയ്യേണ്ട ലോജിക്കൽ മെത്തേഡ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ ഷോർട്ട് കട്ട് ട്രിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കൂടുതലും ഫോർമുലാസ് ആണ്. പല ക്വസ്റ്റ്യൻ ടൈപ്സിനും ഫോർമുലാസ് അവൈലബിൾ ആണ്. പക്ഷേ അതിലുള്ളൊരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് വർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ആ ഒരു വർക്ക് എന്ന ടോപ്പിക്കിനകത്ത് തന്നെ സാധാരണ ചോദിച്ചു വരുന്ന ഒരു 10 to 15 ക്വസ്റ്റ്യൻ ടൈപ്സ് ഉണ്ട്. ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പിനും ഓരോ ഫോർമുലാസ് ആയിരിക്കും. ഒരുപാട് ഫോർമുലാസ് ഓർത്ത് വെക്കേണ്ടതായിട്ട് വരും. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ വരുമ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലോജിക്കലായിട്ട് വളരെ സ്പീഡിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. വർക്ക് ആൻഡ് ടൈം, പെർസെൻറ്റേജ്, റേഷ്യോസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അങ്ങനെയുള്ള പല ടോപ്പിക്കുകളിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഈസി ആയിട്ട് ലോജിക്കലി സോൾവ് ചെയ്യാൻ പറ്റും. ആ ഒരു ബേസ് മനസ്സിലാക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ആ ഒരു ലോജിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പം കുറച്ച് ഫോർമുലാസ് ഓർത്ത് വെച്ചാൽ മതിയാവും. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഒരു ഷോർട്ട് കട്ട് ഫോർമുലാസിൻ്റെയും ലോജിക്കൽ മെത്തേഡ്സിൻ്റെയും കൂടി ഒരു ഒപ്റ്റിമം ബാലൻസ് കണ്ടുപിടിക്കുക എന്നതാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു പ്രോബ്ലം വെച്ചിട്ടായിരിക്കും. വളരെ ബേസിക് ആയിട്ടുള്ളൊരു പ്രോബ്ലം വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ഈ പറയുന്ന ഫോർമുലാസ് എങ്ങനെ യൂസ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ലോജിക്കലായിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ വളരെ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ലോജിക്കൽ മെത്തേഡ്സ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നൊരു ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം ഹയർ ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കും. സോ ഫസ്റ്റ് ചോദ്യം നോക്കി. A can do a work alone in 3 days. B alone can do the same work in 7 days. How many days it will take if same work is done by A and B together? അതായത് A ഒറ്റയ്ക്ക് 3 ഡേയ്സ് കൊണ്ട് ചെയ്യാൻ സാധിക്കും, സെയിം വർക്ക് Bക്ക് ഒറ്റയ്ക്ക് 7 ഡേയ്സ് കൊണ്ട് ചെയ്യാൻ സാധിക്കും. സോ ചോദ്യം എന്ന് പറയുന്നത് എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് ആദ്യം നമ്മുടെ ഈ ലോജിക്കൽ മെത്തേഡ് വെച്ച് നമുക്കിത് സോൾവ് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ഷോർട്ട് കട്ട് ഫോർമുലയും കൂടെ ഡിസ്കസ് ചെയ്യാം. ലോജിക്കൽ മെത്തേഡ് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു കൺസെപ്റ്റ് പിടികിട്ടുവാണെങ്കിൽ പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. സോ ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് വർക്ക് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ടേക്കൺ. അതായത് ഒരു വ്യക്തി ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ അയാളുടെ വർക്ക് എഫിഷ്യൻസി എന്ന് പറയുന്നത് അയാളുടെ അടുത്ത സമയമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഇവിടെ എയും ബിയും വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം അവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിന് നേരെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അവരുടെ വർക്ക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു പ്രോബ്ലം ലോജിക്കൽ മെത്തേഡ് സോൾവ് ചെയ്യാം. സോ ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് എ ക്യാൻ ഡു എ വർക്ക് എലോൺ ഇൻ 3 days. സോ നമുക്കിവിടെ എ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ വരച്ചിട്ട് എക്ക് 3 days എടുക്കും. സോ ഇനിയിപ്പോൾ അടുത്ത് പറയുന്നത് ബി എലോൺ ക്യാൻ ടേക്ക് 7 days. സോ ബിക്ക് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ 7 days എടുക്കും. സോ ഇവിടെ 3 days 7 days കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് 3 times 7 LCM നമ്മൾ കണ്ടുപിടിക്കുക. ഇൻ കേസ് LCM കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള രണ്ട് വാല്യൂസാണ് വരുന്നതെങ്കിൽ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇവിടെ 3 times 7 LCM എന്ന് പറയുന്നത് 21 ആണ്. സോ ഇവിടെ 21 എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ 21 ആണ് ഈ ടോട്ടൽ വർക്കിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ യൂണിറ്റ് ഓഫ് വർക്ക് എന്ന് പറയുന്നത് 21 ആയിട്ട് കൺസിഡർ ചെയ്യുക. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 21 യൂണിറ്റ്സ് ആണ്. ഇവിടെ എയുടെ കേസ് നോക്കുകയാണെങ്കിൽ 3 into 7 ആണ് 21. അപ്പോൾ ഇവിടെ 7 എന്ന് എഴുതി വെക്കുക. ഇനി ബിയുടെ കേസ് നോക്കുകയാണെങ്കിൽ 7 into 3 ആണ് 21. സോ ഇവിടെ 21 എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് യൂണിറ്റ് ആണ്. ടോട്ടൽ വർക്കിൻ്റെ മൊത്തത്തിലുള്ളൊരു വാല്യൂ ആണ് 21 യൂണിറ്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എ ക്യാൻ ഡു എ വർക്ക് എലോൺ ഇൻ 3 days എന്നാണ്. അതായത് 21 യൂണിറ്റ് എന്ന് പറയുന്ന ടോട്ടൽ വർക്ക് എ 3 ദിവസം കൊണ്ട് ചെയ്യുവാണെങ്കിൽ എ ഒരു ദിവസം 7 യൂണിറ്റ് വർക്ക് വെച്ച് ചെയ്യണം. അതാണ് ഇവിടെ 7 എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ 21 യൂണിറ്റ് വർക്ക് ബി 7 ദിവസം കൊണ്ടാണ് ചെയ്തു തീർത്തത്. അപ്പം ബി ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 3 യൂണിറ്റ്സ് ആണ്. സോ എയുടെയും ബിയുടെയും പെർ ഡേ വർക്ക് എഫിഷ്യൻസി എന്ന് പറയുന്നത് 7 യൂണിറ്റും 3 യൂണിറ്റും ആണ്. ഇനി ഇവിടെ ചോദിക്കുന്നത് എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഈ പറയുന്ന 21 യൂണിറ്റ് വർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടെ ചോദ്യം. സോ എയും ബിയും കൂടെ ഒരു ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ 7 + 3 10 യൂണിറ്റ്സ് ആണ് അവർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഒരു ദിവസം എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പം 10 യൂണിറ്റ് വർക്ക് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ടോട്ടൽ 21 യൂണിറ്റ് എന്ന് പറയുന്ന വർക്ക് അവർക്ക് 21/10 അതായത് 2.1 days കൊണ്ട് അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് ലോജിക്കൽ മെത്തേഡിൻ്റെ ബേസ് എന്ന് പറയുന്നത്. സോ ഇനിയിപ്പോൾ ഫോർമുലയാണ് വേണ്ടതെങ്കിൽ ഈ 3 days എന്ന് പറയുന്നത് എ ആയിട്ട് കൺസിഡർ ചെയ്യുകയും 7 days എന്ന് പറയുന്നത് ബി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ടോട്ടൽ ടൈം ടേക്കൺ എന്ന് പറയുന്നത് എ ബി ബൈ
A+B. ഇതാണ് ടോട്ടൽ ടൈം ടേക്കൻ്റെ ഷോർട്ട് കട്ട് ഫോർമുല എന്ന് പറയുന്നത്. സോ ലോജിക്കൽ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം ചെയ്തത്. സോ ഈ ഒരു ലോജിക്കൽ മെത്തേഡിൻ്റെ ക്രക്സ് നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രോബ്ലം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. A alone can do a work in 20 days. B alone can do the same work in 15 days. Whereas C alone can do the same work in 12 days. So A ഒരു വർക്ക് ചെയ്യാൻ 20 ദിവസം എടുക്കും, B അതേ വർക്ക് ചെയ്യാൻ 15 ഡേയ്സ് എടുക്കും, C ഒറ്റയ്ക്ക് ആ ഒരു വർക്ക് ചെയ്യാൻ 12 ഡേയ്സ് എടുക്കും. ഇനിയിപ്പം പറയുന്നത് ഇഫ് ഓൾ ത്രീ വർക്ക് ടുഗദർ ഫോർ ഫസ്റ്റ് 2 days ആഫ്റ്റർ വിച്ച് B ആൻഡ് C ലീവ്സ്, ഹൗ മെനി ഡേയ്സ് ഇറ്റ് വിൽ ടേക്ക്, ഒരു കോമയാണ്, ഹൗ മെനി ഡേയ്സ് ഇറ്റ് വിൽ ടേക്ക് A alone to complete the remaining work. അതായത് ആദ്യത്തെ 2 ദിവസം എയും ബിയും സിയും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്തു, അതിനുശേഷം ബിയും സിയും ആ ഒരു വർക്ക് വിട്ടു പോയി. ബാക്കിയുള്ള റിമൈനിങ് വർക്ക് എത്ര ദിവസം കൊണ്ടാണ് എക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് ഇത് ചോദ്യം. സോ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എ 20 ദിവസം കൊണ്ടാണ് എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. സെയിം വർക്ക് ബി കംപ്ലീറ്റ് ചെയ്യാൻ ബിക്ക് 15 ദിവസമാണ് എടുക്കുന്നത്. അതേ വർക്ക് സിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 12 ദിവസമാണ് എടുക്കുന്നത്. ഡേയ്സ് ആണ് ഇതൊക്കെ. ഫസ്റ്റ് പ്രോബ്ലത്തിൽ ചെയ്ത അതേ സ്റ്റെപ്പ് നമുക്ക് വീണ്ടും ചെയ്യാം. സോ 20യുടെയും 15ൻ്റെയും 12ൻ്റെയും LCM എന്താണെന്ന് നോക്കാം. സോ 20യുടെയും 15ൻ്റെയും 12ൻ്റെയും കൂടെയുള്ള LCM എന്ന് പറയുന്നത് 60 ആണ്. സോ ടോട്ടൽ വർക്ക് യൂണിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 60 യൂണിറ്റ്സ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ 20 × 3 ആണ് 60, അതുപോലെ തന്നെ 15 × 4 ആണ് 60, 12 × 5 ആണ് 60. സോ എ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 3 യൂണിറ്റ്സ് ആണ്, ബി ഒരു ദിവസം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 4 യൂണിറ്റ്സ് ആണ്, സി ഒരു ദിവസം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 5 യൂണിറ്റ്സ് ആണ്. സോ എയും ബിയും സിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം അവർ മൊത്തത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 3 + 4 + 5, അതായത് 12 യൂണിറ്റ്സ് ആണ് അവർ ഒരു ദിവസം മൊത്തത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ഇവിടെ പറയുന്നത് ആദ്യത്തെ 2 ദിവസം ഇവർ 3 പേരും കൂടെ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. സോ എയും ബിയും സിയും കൂടെ ഒരു ദിവസം 12 യൂണിറ്റ് വർക്ക് ചെയ്യുകയാണെങ്കിൽ 2 ദിവസം അവർ 24 യൂണിറ്റ് അവർ കംപ്ലീറ്റ് ചെയ്യും. 12 × 2 = 24 യൂണിറ്റ്സ് അവർ കംപ്ലീറ്റ് ചെയ്യും. സോ ഇനി ബാക്കിയുള്ള വർക്ക് എ ഒറ്റയ്ക്കാണ് കംപ്ലീറ്റ് ചെയ്തത്, കാര്യം ബിയും സിയും ആ വർക്ക് വിട്ടുപോയി. ഇനിയിപ്പോൾ അടുത്ത റിമൈനിങ് വർക്ക് എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് 24 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തു. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 60 യൂണിറ്റ്സ് ആണ്. ബട്ട് 60 - 24, അതായത് 36 ആണ് റിമൈനിങ് വർക്ക്. ബാക്കിയുള്ള 36 യൂണിറ്റ് എ ഒറ്റയ്ക്കാണ് ചെയ്തത്. എ ഒരു ദിവസം 3 യൂണിറ്റാണ് വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോഴേക്കിന് ഈ 36 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എയ്ക്ക് 12 ദിവസം എടുത്തു. ബാക്കിയുള്ള റിമൈനിങ് വർക്കായിട്ടുള്ള 36 യൂണിറ്റ് എ 12 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ മൂന്നാമത്തെ ചോദ്യം. നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോജിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് കുറേ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ചില പ്രോബ്ലംസ് ഈ പറയുന്ന ഷോർട്ട് കട്ട് ഫോർമുലാസ് തന്നെ ഉപയോഗിക്കണം, കാര്യം പെട്ടെന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം, കറക്റ്റായിട്ട് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഈ ഒരു ചോദ്യം നോക്കി. എ ടേക്സ് 9 days more than എ ആൻഡ് ബി ടുഗദർ to complete the same work. Similarly, B takes 4 days more than A and B together to complete the work. How many days it takes to complete the same work when A and B works together? അതായത് എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എ ആൻഡ് ബി ഒരുമിച്ച് ചെയ്യുമ്പം എടുക്കുന്ന സമയത്തേക്കാൾ 9 ദിവസം കൂടുതൽ എടുക്കും. അതുപോലെ തന്നെ എ ആൻഡ് ബി ഒരുമിച്ച് ചെയ്യുമ്പം എടുക്കുന്ന സമയത്തേക്കാൾ 4 ദിവസം കൂടുതൽ ബി ഒറ്റയ്ക്ക് ചെയ്യാൻ എടുക്കും. ഇനിയിപ്പോൾ ചോദ്യം എന്ന് പറയുന്നത് എ ആൻഡ് ബി ഒരുമിച്ച് ചെയ്യുമ്പം എത്ര നേരം കൊണ്ട് ഈ ഒരു സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചോദ്യം. സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് √9 × 4, അതായത് √36, അതായത് 6 ദിവസം. അതാണ് ഉത്തരം. ഫോർമുല നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എ ആൻഡ് ബി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനേക്കാൾ 9 ദിവസം കൂടുതലാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ബിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എ ആൻഡ് ബി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിനേക്കാൾ 4 ദിവസം കൂടുതലാണ് ബി എടുക്കുന്നത്. സോ ഇതുപോലൊരു പ്രോബ്ലം വരുവാണെങ്കിൽ ഈ പറയുന്ന എക്സ്ട്രാ ഡേയ്സ്, ഇവിടെ 9 ആണ്, ഇവിടെ 4 ആണ്, ഇതിൻ്റെ √ ആയിരിക്കും എ ആൻഡ് ബി ഒരുമിച്ച് ചെയ്യുമ്പം എടുക്കുന്ന സമയം. കുറച്ചും കൂടെ ഒരു ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം
എ ആൻഡ് ബി എടുക്കുന്നതിനേക്കാൾ എച്ച് ഡേയ്സ് കൂടുതൽ എടുക്കുകയും ബി എ ആൻഡ് ബി ഒരുമിച്ച് ചെയ്യുന്നതിനേക്കാൾ വൈ ഡേയ്സ് കൂടുതൽ എടുക്കുകയും ചെയ്യുവാണെങ്കിൽ എ ആൻഡ് ബി ഒരുമിച്ച് വരുമ്പോഴേക്കിനുള്ള സമയം എന്ന് പറയുന്നത് √(x_y) ആണ്. സോ ഇതുപോലുള്ള ചില പ്രോബ്ലംസിന് ഈ പറയുന്ന ഫോർമുലാസ് ഉപയോഗിച്ചേ പറ്റൂ. കാര്യം പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യണം. ലോജിക്കലായിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കൂടുതൽ വീഡിയോസ് ഈ പറയുന്ന വർക്ക് ആൻഡ് ടൈമിനകത്ത് തന്നെ അറൗണ്ട് 10 to 15 ക്വസ്റ്റ്യൻ ടൈപ്സ് ഉണ്ട്. ബാക്കിയുള്ള ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.